1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം തന്നവരാണ് നിങ്ങൾ. നന്ദി എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല. ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങളോട് ഞാൻ അതേ റിക്വസ്റ്റാണ് വെക്കുന്നത്. എന്നെ വിജയിപ്പിക്കണം. എന്നെ വിജയിപ്പിക്കണം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യം കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. പൊതുരംഗത്ത് ഞങ്ങളൊക്കെ ഉണ്ട്. പൊതുരംഗത്ത് ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ രാജ്യത്ത് വരാൻ പോകുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത വിധം ദുരൂഹമാണ്. നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്യാൻ പോകുന്നു നമുക്കറിയില്ല. പാർലമെന്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗവൺമെന്റ് വേണം. എങ്ങനെ ഒരു ഗവൺമെന്റ് വരാൻ പോകുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ യൂണിയൻ വരുന്നു. ആ ഇന്ത്യ യൂണിയൻ വന്നാൽ ആ ഇന്ത്യ യൂണിയന്റെ കരങ്ങളിലൂടെ ഒരു നല്ല രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരു നേതൃത്വത്തെ വെച്ച് നമ്മുടെ രാജ്യത്തിന് ഭരണകൂടം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റാതിരിക്കില്ല. പറ്റാതിരിക്കാം. പക്ഷെ പറ്റുന്നതും പറ്റാതിരിക്കുന്നതും നമ്മുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ്. ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഒരു ഗവൺമെന്റ് വേണം. ആ ഗവൺമെന്റ് ആര്? ഇന്ത്യ രാജ്യത്തിലേക്ക് വരുന്ന ഗവൺമെന്റ് ആരെങ്കിലും ഗവൺമെന്റ് ആയതുകൊണ്ട് കാര്യമില്ല. അതാണ് ഒരു പ്രശ്നം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയപ്പോൾ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രമീമാംസകന്മാരും ചരിത്രകാരന്മാരും